ലോകം സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രപരമായ ഒരു മാറ്റത്തിനാണ്. ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണികൾ, മറുവശത്ത് ആ ഭീഷണികളെ വകവയ്ക്കാതെ ലോകക്രമം തന്നെ മാറ്റിമറിക്കാൻ ഒരുങ്ങുന്ന പുതിയ സൗഹൃദങ്ങൾ. അവയുടെ അമരത്ത് ഇന്ത്യ. ഒട്ടും സുഖകരമല്ലാതിരുന്ന ഇന്ത്യ കാനഡ ബന്ധത്തിലും പോസിറ്റീവായ ചില ചലനങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി മാർച്ചിൽ ഇന്ത്യയിലെത്തുന്നു. ഇത് വെറുമൊരു സന്ദർശനമല്ല. കോടിക്കണക്കിന് രൂപയുടെ കരാറുകൾ, സാധാരണക്കാരന്റെ വൈദ്യുതി ബില്ലിനെ സ്വാധീനിക്കുന്ന യുറേനിയം ഡീൽ, പെൻഷൻ ഫണ്ടുകളുടെ നിക്ഷേപം എന്നിവയിലൂടെ ട്രംപിന്റെ ഭ്രാന്തൻ തീരുമാനങ്ങൾ ഇന്ത്യയും കാനഡയും ചേർന്ന് നൽകുന്ന മറുപടിയാണിത്. ഈ കൂടിക്കാഴ്ച ഏതു തരത്തിലാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മാറ്റത്തിന് വഴിമരുന്നാവുക? നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയും കാനഡയും തമ്മിലുണ്ടായിരുന്ന നയതന്ത്ര വിള്ളലുകൾ നമുക്കറിയാം. ഖലിസ്ഥാൻ വിഷയത്തിലും ഇന്ത്യക്കാർക്ക് വിസ നൽകുന്ന വിഷയത്തിലും ജസ്റ്റിസ് ട്രൂഡോ സർക്കാർ ഉന്നയിച്ച ആരോപണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ എത്തിച്ചിരുന്നു. അംബാസഡർമാരെ പുറത്താക്കുന്നതും വിസ സേവനങ്ങൾ നിർത്തിവെക്കുന്നതും വരെ നമ്മൾ കണ്ടു. എന്നാൽ മാർക്ക് കാർണി അധികാരമേറ്റതോടെ കഥ മാറി. ഇതിന്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, അമേരിക്കയുടെ ഭീഷണി തന്നെ. കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 100% താരിഫ് ചുമത്തുമെന്നാണ് ട്രംപിന്റെ താക്കീത്. ഇതോടെ അമേരിക്കയെ മാത്രം വിശ്വസിച്ചിരുന്ന കാനഡ പുതിയ വിപണി തേടുകയാണ്. അവിടെയാണ് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ അവരുടെ കണ്ണ് തുറപ്പിക്കുന്നത്. അമേരിക്കയുടെ താരിഫ് ചങ്ങലകളെ തകർത്ത് ഒരു പുതിയ ഏഷ്യൻ അമേരിക്കൻ സാമ്പത്തിക അച്ചുതണ്ട് രൂപപ്പെടുകയാണ്. ഇതിനെ മാർക്ക് കാർണി വിശേഷിപ്പിച്ചത് പുതിയ ലോകക്രമം എന്നാണ്. ചൈനയെ മാറ്റി നിർത്തി ഇന്ത്യയെ ഒരു വിശ്വസ്ത പങ്കാളിയായി കാനഡ കാണുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യ സന്ദർശനം. നിർണായകമായ പല കരാറുകളും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. ആഗോള വാണിജ്യ രംഗത്തെ മെഗാ ഡീലുകൾ തന്നെയാണ് അവ. 24,000 കോടിയുടെ യുറേനിയം കരാർ തന്നെയാണ് അതിൽ പ്രധാനം. 10 വർഷത്തേക്ക് ഇന്ത്യയുടെ ആണവ നിലയങ്ങൾക്കാവശ്യമായ യുറേനിയം കാനഡ നൽകുമെന്നാണ് ഡീല്. ഇത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് നിർണായകമാണ്. കാനഡയിലെ ലോക പ്രശസ്തമായ കാമേക്കോ കോർപ്പറേഷനാണ് ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നത്. 2070 കാർബൺ പുറന്തള്ളൽ 0 എത്തിക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്ക് ഇത് വലിയ ചുവടുവയ്പ്പാണ്. ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വർദ്ധിച്ചു വരുന്ന കൽക്കരി വിലയാണ്. എന്നാൽ കാനഡയിൽ നിന്നുള്ള ഈ യുറേനിയം എത്തുന്നതോടെ ഇന്ത്യയിലെ ആണവ നിലയങ്ങൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കും. കുറഞ്ഞ ചിലവിൽ മലിനീകരണമില്ലാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. മാസാമാസമുള്ള കറണ്ട് ബില്ല് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. അതായത് ഈ കരാർ നമ്മുടെ വീടിനുള്ളിലെ ബജറ്റിനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്. കൂടാതെ AI ആൻഡ് സെമി കണ്ടക്ടർ സംയുക്ത സംരംഭങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിടാൻ പോകുന്നുവെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കാനഡയുടെ അത്യാധുനിക AI ഗവേഷണവും ഇന്ത്യയുടെ വമ്പിച്ച ഡേറ്റ ശേഖരവും ചേരുമ്പോൾ അത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച AI മോഡലുകൾ നിർമ്മിക്കാൻ സഹായിക്കും. ചിപ്പ് നിർമ്മാണത്തിനാവശ്യമായ ഡിസൈനുകളിലും സെമി കണ്ടക്ടർ മെറ്റീരിയലുകളിലും കനേഡിയൻ കമ്പനികൾ ഇന്ത്യയിലെ സെമി കണ്ടക്ടർ മിഷനുമായി ചേർന്ന് പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യയുടെ നാഷണൽ ക്വാണ്ടം മിഷനുമായി ചേർന്ന് കനേഡിയൻ സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ ഗവേഷണ കേന്ദ്രങ്ങൾ ആരംഭിക്കും. കനേഡിയൻ പെൻഷൻ ഫണ്ടുകൾ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ നിക്ഷേപം നടത്താൻ പോവുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൈവേകളും പാലങ്ങളും കൂടുതൽ മികച്ചതാവാൻ പോകുന്നു എന്നാണ്. നിക്ഷേപം ഉയരുന്നതോടെ റോഡുകളുടെ നിലവാരം ഉയരും, ഗതാഗത കുരുക്ക് കുറയും, ഗ്രാമങ്ങളെ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പുതിയ പാതകൾ വരും. ഇത് സാധാരണക്കാരന്റെ യാത്രാസമയം ലാഭിക്കുകയും ചരക്ക് നീക്കം എളുപ്പമാക്കുന്നതിലൂടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുകയും ചെയ്യും. കാനഡയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവിടെ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾക്കും കഴിഞ്ഞ കുറച്ചു കാലമായി വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഈ പുതിയ സൗഹൃദം വിസ നടപടികൾ സുഗമമാക്കാൻ സാധ്യതയുണ്ട്. അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഈ നയതന്ത്ര വിജയം കാരണമാകും. ചരിത്രം മാറുകയാണ്. നയതന്ത്ര വൈര്യം മറന്ന് സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കായി കൈകോർക്കുന്ന ഒരു പുതിയ ഇന്ത്യയെയും കാനഡയെയുമാണ് നമ്മൾ മാർച്ചിൽ കാണാൻ പോകുന്നത്. ഇത് ഇന്ത്യയുടെ കുതിപ്പാണ്. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കിടയിലും സ്വന്തം വഴിവെട്ടി ഇന്ത്യ കുതിക്കുകയാണ്. ട്രംപ് ഭീഷണിയും വെറുപ്പും കൊണ്ട് മതിലുകൾ കെട്ടുമ്പോൾ ഇന്ത്യ സ്നേഹത്തിന്റെ പാലങ്ങൾ പണിയുകയാണ്. മാർക്ക് കാർണിയുടെ ഈ സന്ദർശനം കാനഡയെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന്റെയും ഇന്ത്യയെ സംബന്ധിച്ച് ആഗോള നേതൃത്വത്തിന്റെയും പ്രഖ്യാപനമാണ്.